ഇന്ന് സെക്ഷൻ 4.8 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. റാങ്ക്, നള്ളിറ്റി ആൻഡ് ദ ഫണ്ടമെൻ്റൽ മെട്രിക്സ് സ്പേസസ്. സോ ആദ്യം നമുക്കൊരു തിയറം കാണാം. ഇഫ് A is an m by n matrix, then dimension of row space of A is same as dimension of column space of A. So if we have a matrix, അതിൻ്റെ റോ സ്പേസിൻ്റെ ഡയമെൻഷനും കോളം സ്പേസിൻ്റെ ഡയമെൻഷനും സെയിം തന്നെ ആയിരിക്കും. ഇപ്പം നമുക്കിതിൻ്റെ ചെറിയ ഒരു പ്രൂഫിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്കിവിടെ കാണാം. എ എന്ന് പറയുന്നത് ഒരു എം ബൈ എൻ മെട്രിക്സ് ആണ് എന്ന് കരുതുക. ദെൻ അതിൽ നമ്മൾ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻസ് നടത്തി ഒരു റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോമിലേക്ക് അതിനെ എത്തിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ആർ. സോ ലെറ്റ് എ ബി എൻ എം ബൈ എൻ മെട്രിക്സ് ആൻഡ് ആർ ബി ദ കറസ്പോണ്ടിങ് റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോം. അപ്പം അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് ആർ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. കാരണം നമുക്കറിയാം എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻസ് വിൽ നോട്ട് എഫക്റ്റ് ദ റോ സ്പേസ് ഓഫ് എ മെട്രിക്സ്. സോ ഇഫ് ഇവിടെ എയും ആറും സിമിലർ ആണ്. എ ഈസ് സിമിലർ ടു ആർ. അങ്ങനെയാണെങ്കിൽ എയുടെ റോ സ്പേസും ആറിൻ്റെ റോ സ്പേസും സെയിം തന്നെയാണ്. സോ അവരുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്. ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് ആർ. ഇനി ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് ആർ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് മേ എഫക്റ്റ് കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ കോളം സ്പേസ് ഓഫ് എയും കോളം സ്പേസ് ഓഫ് ആറും ഈക്വൽ ആവണമെന്നില്ല. പക്ഷേ അവരുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്. കാരണം നമുക്ക് ഡിപ്പെൻഡൻസി റിലേഷൻ രണ്ട് ഭാഗത്തും കോളം സ്പേസ് ഓഫ് എയിലും കോളം സ്പേസ് ഓഫ് ആറിലും ഒരുപോലെ ആയിരിക്കും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളം സ്പേസ് ഓഫ് എയുടെ ഡയമെൻഷനും കോളം സ്പേസ് ഓഫ് ആറിൻ്റെ ഡയമെൻഷനും സെയിം തന്നെയാണ്. സോ ദ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് ആർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഓക്കെ, ആർ എന്ന് പറയുന്ന മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടോ അതായിരിക്കും ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് ആർ എന്ന് പറയുന്നത്. ദെൻ ദ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലീഡിങ് വൺസ് ആണെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ റോ സ്പേസിൻ്റെ ബേസിസ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത് ഏതൊക്കെ റോയിലാണ് ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയിരിക്കുന്നത് എന്ന് നോക്കണു. സോ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഈസ് സെയിം ആസ് ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ്. ഇനി ആ ലീഡിങ് വൺസ് ഏത് കോളത്തിലാണ് എന്നാണ് നമ്മൾ നോക്കണം. അപ്പോൾ എത്ര ലീഡിങ് വൺ ഉണ്ടോ അത്രയായിരിക്കും കോളം സ്പേസ് ഓഫ് ആറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ ദ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് ആർ ഈസ് ദ നമ്പർ ഓഫ് ലീഡിങ് വൺസ്. സോ ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആണെന്നറിയാം. എത്ര നോൺ സീറോ റോസ് ഉണ്ടോ അത്രയും ലീഡിങ് വൺസ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. സിൻസ് ദീസ് ടു നമ്പേഴ്സ് ആർ ദ സെയിം, ദ റോ സ്പേസ് ആൻഡ് കോളം സ്പേസ് ഹാവ് ദ സെയിം ഡയമെൻഷൻ. ഓക്കെ, ഇനി ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റാങ്ക് എന്താണ്, നള്ളിറ്റി എന്താണ് എന്നൊക്കെ ഡിഫൈൻ ചെയ്യാണ്. സോ ദ കോമൺ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ആൻഡ് കോളം സ്പേസ്, ബിക്കോസ് നമ്മളിപ്പോൾ കണ്ടു റോ സ്പേസ് ഓഫ് എ മെട്രിക്സും കോളം സ്പേസ് ഓഫ് എ മെട്രിക്സിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കുമെന്ന് നമ്മൾ കണ്ടു. ഈ ഡയമെൻഷൻ എത്രയാണോ അതിനെയാണ് റാങ്ക് ഓഫ് എ എന്ന് വിളിക്കുന്നത്. റാങ്ക് ഓഫ് എ എന്ന് നമ്മളിങ്ങനെ അതിനെ ഡിനോട്ട് ചെയ്യും. Okay, so the common dimension of the row space and column space of a matrix A is called rank of A and it is denoted by rank A. The dimension of null space of A is called nullity of A. ഇതിനെ nullity of A എന്ന് നമ്മൾ ഈ രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. സോ റാങ്ക് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ആണെന്ന് പറയാം, ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ആണെന്നും പറയാം, ബിക്കോസ് ദേ ആർ ഈക്വൽ. നള്ളിറ്റി മീൻസ് ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളൊരു പ്രോബ്ലം കാണുകയാണ്. ഫൈൻഡ് റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് എ മെട്രിക്സ് എ ഈക്വൽ ടു, നമുക്കൊരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ റാങ്കും കണ്ടുപിടിക്കണം, നള്ളിറ്റിയും കണ്ടുപിടിക്കണം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിനെ
റോ കറസ്പോണ്ടിങ് റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോമിലേക്ക് നമ്മൾ മാറ്റുകയാണ്. സോ ആദ്യം എനിക്ക് ഫസ്റ്റ് റോയുടെ ലീഡിങ് എൻട്രി 1 ആക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യത്തെ റോയിനെ മുഴുവനായിട്ടും R1നെ മുഴുവനായിട്ടും -R1 ആക്കി, അതായത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ദിസ് റോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഡിങ് 1ൻ്റെ താഴേക്ക് ആ കോളത്തിലുള്ള ബാക്കി എല്ലാ എൻട്രീസും 0 ആക്കുക എന്നുള്ളതാണ്. സോ സെക്കൻഡ് റോയിൽ ശരിക്കും നമുക്കുള്ളത് 3 ആണ്. ആ 3യെ 0 ആക്കാൻ വേണ്ടി വി വിൽ പെർഫോം ദ ഓപ്പറേഷൻ. ഇനി ഞാൻ R1 എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1 എന്നുള്ള നോട്ട് 2, ഇറ്റ് ഈസ് 3 ബിക്കോസ് ഇവിടെ 3 ആണല്ലോ. അതുപോലെ എനിക്ക് R3യിലെ ഫസ്റ്റ് എൻട്രി ആയിട്ടുള്ള 2വിനെ 0 ആക്കണം. അതിനുവേണ്ടി R3 ചേഞ്ചസ് ടു R3 മൈനസ് 2 ടൈംസ് R1 എന്നുള്ള ഓപ്പറേഷൻ ചെയ്യണു. ഇതുപോലെ ഈ 4നെ 0 ആക്കാൻ വേണ്ടിയിട്ട് R4 ചേഞ്ചസ് ടു R4 മൈനസ് 4R1 എന്ന് ചെയ്യുന്നു. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദിസ് മെട്രിക്സ്. ഇനി നമ്മൾ നോക്കുകയാണ്, ഫസ്റ്റ് റോയിലെ ലീഡിങ് എലമെൻറ്റ് 1 ആയി, അതിന് താഴേക്ക് മുഴുവനും 0 ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോ നോക്കുക. സെക്കൻഡ് റോയിൽ ലീഡിങ് എലമെൻറ്റിനെ നമുക്ക് 1 ആക്കണം. സോ ഫസ്റ്റ് റോ ഞാൻ അങ്ങനെ തന്നെ എഴുതി. സെക്കൻഡ് റോയിൽ ലീഡിങ് എലമെൻറ്റ് 1 ആക്കാൻ വേണ്ടി സെക്കൻഡ് റോയെ മുഴുവനായിട്ടും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ദിസ് റോ. ഇനി ഇവിടെ നമുക്ക് സെക്കൻഡ് റോയിലെ ലീഡിങ് എലമെൻറ്റ് 1 ആയി, അതിൻ്റെ താഴേക്ക് മുഴുവനും 0 ആവണം. 0 ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് R2 ചേഞ്ചസ് ടു R2 മൈനസ്, ഇനി ഇപ്പം ഞാൻ R2 എന്ന് വിളിക്കുന്നത് ഈ പുതിയ റോയെയാണ്, നോട്ട് R2. R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. അതുപോലെ തന്നെ നോട്ട് R3 പ്ലസ് R2 ബിക്കോസ് ഇവിടെ -1 ആണ്, ഹിയർ വി ഹാവ് +1. സോ ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് +R2 ആണ് ചെയ്യേണ്ടത്. ദെൻ R4 ചേഞ്ചസ് ടു R4 പ്ലസ് R2. ഈ രണ്ട് ഓപ്പറേഷൻസും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മെട്രിക്സ് കിട്ടി. ഇപ്പോൾ തേർഡ് റോയും ഫോർത്ത് റോയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 0 ആയിപ്പോയി. ഓക്കെ, സോ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ നമുക്ക് പറയാം റാങ്ക് ഓഫ് റോ സ്പേസ് or rank of A, which is same as dimension of row space, which is equal to dimension of column space എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. So we have rank is equal to 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നള്ളിറ്റി കണ്ടുപിടിക്കണം. നള്ളിറ്റി ഓഫ് എ കണ്ടുപിടിക്കാനായിട്ട് we must find the dimension of solution space of the homogeneous linear system Ax equal to 0. Ax equal to 0യുടെ സൊല്യൂഷൻസും Rx equal to 0യുടെ സൊല്യൂഷൻസും സെയിം തന്നെയാണ്. ബിക്കോസ് വി നോ ദാറ്റ് എലിമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് വിൽ നോട്ട് എഫക്റ്റ് ദ നൾ സ്പേസ്. റോ സ്പേസിനെയും എഫക്റ്റ് ചെയ്യില്ല, നൾ സ്പേസിനെയും എഫക്റ്റ് ചെയ്യില്ല. സോ Ax equal to 0 എന്ന് പറയുന്ന സ്പേസിൻ്റെ സൊല്യൂഷൻസും Rx equal to 0 എന്ന് പറയുന്ന സ്പേസിൻ്റെ സൊല്യൂഷൻസും സെയിം തന്നെയാണ്. സോ Rx equal to 0 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് നമ്മുടെ R എന്ന് പറയുന്ന മെട്രിക്സ്. ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6 കോളംസ് ഉണ്ട്. സോ വി വിൽ ഹാവ് 6 വേരിയബിൾസ് ഹിയർ ഈക്വൽ ടു കോസ്റ്റ് വെക്റ്റേഴ്സ്. നമുക്ക് 4 റോസ് ആണുള്ളത്. സോ 0, 0, 0, 0. ഇനി ഇതിനെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ആൻഡ് ദോസ് 2 ഇക്വേഷൻസ് ആർ x1 minus 2x2 minus 4x4 minus 5x5 plus 3x6 equal to 0. Then x2 minus 2x3 minus 12x4 minus 16x5 plus 5x6 equal to 0. അപ്പോൾ ഇതിൽ നമുക്ക് സൊല്യൂഷനായിട്ട് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് 6 വേരിയബിൾസ് ഉണ്ട് ഇവിടെ, 2 ഇക്വേഷൻസേ ഉള്ളൂ. സോ 6 minus 2 4 വേരിയബിൾസിന് നമ്മൾ ആർബിട്രറി വാല്യൂസ് കൊടുക്കണം. സോ ഞാനിവിടെ x3 ഈക്വൽ ടു R, x4 ഈക്വൽ ടു S, x5 ഈക്വൽ ടു T, x6 ഈക്വൽ ടു U ഇങ്ങനെ
4 വേരിയബിൾസിന് ആർബിട്രറി വാല്യൂസ് കൊടുത്തു. സോ ആ വാല്യൂസ് ഞാൻ രണ്ടാമത്തെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് x2 ഈക്വൽ ടു 2r പ്ലസ് 12s പ്ലസ് 16t മൈനസ് 5u. ഇനി x2വിൻ്റെ ഈ വാല്യൂവും ഈ 4 ആർബിട്രറി വാല്യൂസും x3, x4, x5, x6ൻ്റെ ആർബിട്രറി വാല്യൂസും ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ഐ വിൽ ഗെറ്റ് x1 ഇസ് ഈക്വൽ ടു 4r പ്ലസ് 28s പ്ലസ് 37t മൈനസ് 13u എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ദ സൊല്യൂഷൻ ഓഫ് ദ സ്പേസ് Rx ഈക്വൽ ടു 0 ഓർ Ax ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിലുള്ള എലമെൻസിൻ്റെ ഫോം ഇതാണ്. x1, x2, x3, x4, x5, x6 is equal to r times, സോ നമ്മൾ ഇതിലെല്ലാത്തിലും ആറിൻ്റെ കോഎഫിഷ്യൻസ് ആണ് എടുത്ത് എഴുതാൻ പോകുന്നത്. r ടൈംസ് 4, 2, 1, 0, 0, 0. ദെൻ പ്ലസ് s ടൈംസ് എസിൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതുക. 28, 12, 0, 1, 0, 0. Then plus t times tയുടെ coefficients 37, 16, 0, 0, 1, 0. Then u times minus 13, minus 5, 0, 0, 0, 1. ഓക്കെ, സോ ഇവിടെ നമുക്ക് നൾ സ്പേസിലുള്ള ഏത് വെക്റ്റർ എടുത്താലും ഇറ്റ് ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 4 വെക്റ്റേഴ്സ് ആൻഡ് ദീസ് 4 വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നള്ളിറ്റി എന്ന് പറയുന്നത് 4 ആണ്. സോ നമുക്കിപ്പോൾ കിട്ടിയത് നമുക്ക് തന്ന മെട്രിക്സിൻ്റെ റാങ്കും നള്ളിറ്റിയും നമ്മൾ കണ്ടുപിടിച്ചു. റാങ്ക് ഇസ് ഈക്വൽ ടു 2 ആൻഡ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു 4 എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നൗ വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ റാങ്ക് ഓഫ് ആൻ m/n മെട്രിക്സ് എ ദാറ്റ് ഈസ് നോട്ട് സ്ക്വയർ? അതായത് നമുക്ക് തന്നിരിക്കുന്നത് സ്ക്വയർ അല്ലാത്ത ഒരു മെട്രിക്സ് ആണ് m/n മെട്രിക്സ്, m നോട്ട് ഈക്വൽ ടു n. വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ റാങ്ക് ഓഫ് സച്ച് എ മെട്രിക്സ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് റോ വെക്റ്റേഴ്സ് ഓഫ് ആർ, നമ്മുടെ കയ്യിലുള്ളത് m/n മെട്രിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു 2/3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അതിന് 2 റോസ് ഉണ്ടാവും, 3 കോളംസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതുകൊണ്ട് റോസ് ഇൻ എ ലൈസ് ഇൻ R3 ആയിരിക്കും, കോളംസ് ഇൻ എ ലൈസ് ഇൻ R2 ആയിരിക്കും. അപ്പം ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് m/n മെട്രിക്സ് ആണ്. So the rows of A lie in Rn and column vectors of A lies in Rm. Okay, so the row space of A എന്ന് പറയുന്നത്, റോ സ്പേസ് എന്ന് പറഞ്ഞാൽ റോ വെക്റ്റേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസ്. അങ്ങനെ നമുക്കുള്ളത് എല്ലാ റോ വെക്റ്റേഴ്സും Rnലുള്ള എലമെൻറ്റ്സ് ആണ്. സോ the row space of A is at most n dimensional. Rnൻ്റെ സബ്സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് അവിടെ എന്നേ വരുള്ളൂ. ആൻഡ് ദ കോളം സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മാക്സിമം m ഡയമെൻഷനലേ വരുള്ളൂ, കാരണം എല്ലാ കോളംസും Rmലുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ ആ കോളംസ് സ്പാൻ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് Rmൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. Rmൻ്റെ ഡയമെൻഷൻ m ആണ്. സോ സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ അതിലും കുറവാവാനേ വഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റോ സ്പേസ് ഓഫ് എ ഈസ് അറ്റ് മോസ്റ്റ് n ഡയമെൻഷണൽ ആൻഡ് കോളം സ്പേസ് ഓഫ് എ ഈസ് അറ്റ് മോസ്റ്റ് m ഡയമെൻഷണൽ. പക്ഷെ നമുക്കറിയാം റോ സ്പേസിനും കോളം സ്പേസിനും ഒരേ ഡയമെൻഷനാണുള്ളത്. ഓക്കെ, ആ ഡയമെൻഷനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്. സോ സിൻസ് ദ റാങ്ക് ഓഫ് എ is the common dimension of its row and column space, it follows that the rank is at most the smaller of m and n. കാരണം കോളം സ്പേസിൻ്റെ ഡയമെൻഷൻ മാക്സിമം m ആണ്, റോ സ്പേസിൻ്റെ ഡയമെൻഷൻ മാക്സിമം n ആണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഈക്വലുമാണ്. എമ്മും എന്നും ഈക്വൽ ആണെന്നല്ല പറയണേ. റോ സ്പേസിൻ്റെ ഡയമെൻഷനും
കോളം സ്പേസിൻ്റെ ഡയമെൻഷനും ഈക്വലാണ്. അപ്പോൾ ഇതിലേതാണോ ചെറുത്, എമ്മും എന്നും ഇതിലേതാണോ ചെറുത് അതിലും ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിനോട് ഈക്വലായിരിക്കും നമ്മുടെ റോ സ്പേസിൻ്റെയും കോളം സ്പേസിൻ്റെയും ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓർ ദ റാങ്ക് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എം ആൻഡ് എൻ. ഓക്കെ.